ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കാണുന്നത് സോഡ ആർട്ട് ഓൺലൈൻ എന്ന ആനിമയുടെ സീസൺ 1 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് ഇറക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും, സോ അവരൊന്ന് വീഡിയോ ലൈക്ക് കൂടിയും ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ യോൽക്കോക്ക് ആ വാളിൻ്റെ കുത്തേറ്റ് അവൾ താഴ്ത്ത് വീണ് മരണപ്പെടുകയാണ്. ആ സമയത്താണ് കിറിറ്റോ വേറെ ആരെയും അവിടെ കാണുന്നത്. അങ്ങനെ അവൻ അവിടെ നിന്ന് എടുത്ത് ചാടി അവൻ്റെ പിന്നാലെ ഓടിപ്പോവുകയാണെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ കിറിറ്റോനെ കണ്ട് പേടിച്ചോടും. അവൻ്റെ അടുത്തുള്ള ടെലിപ്പോർട്ടിംഗ് മിസ്സിൽ ഉപയോഗിച്ച് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് പോവാണ്. അങ്ങനെ കിറിറ്റോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തുകയാണ്, അതായത് യോൽക്കോനെ വീട്ടിലേക്ക്. ആ സമയത്ത് അസൂനാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണുന്നത് കിറിറ്റോ അതുപോലെ തന്നെ അസൂനെ ഇരിക്കുന്നതാണ്. ആ സമയത്ത് കിറിറ്റോ പറയുന്നുണ്ട്, ഇതൊന്നും റിയൽ ആവാനൊരു വഴിയില്ല, ഒരു സേഫ് സോണിൽ വെച്ച് 2 പേര് മരണപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് അസൂന അവളുടെ അടുത്തുള്ള ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവനത് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് അവന് നല്ല രുചിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് കിറിറ്റോൻ്റെ കയ്യിലുള്ള ഫുഡ് നിലത്തേക്ക് ചാടുന്നത്. അങ്ങനെ അത് അവിടുന്ന് ഡിസപ്പിയർ ആയി പോവാണ്. ആ സമയത്ത് കിറിറ്റോ എണീച്ചിട്ട് പറയാണ്, എനിക്കൊരു കാര്യം മനസ്സിലായി. അങ്ങനെ പിന്നെ കാണുന്നത് ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ശവകുടീരത്തിൻ്റെ അടിയിൽ നിന്ന് കരയുന്ന ബെന്നിനാണ്. സോ അവൻ ഗ്രിസൽഡൻ്റെ ശവകുടീരത്തിൻ്റെ മുന്നിൽ നിന്ന് കരയാണ്. കാരണം അവളാണ് അവരുടെ ടീമിനെല്ലാം കൊല്ലുന്നതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ വേറെ ആരോ നിൽക്കുന്നു. സോ അവൻ അവിടെ നിന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അപ്പം തന്നെ ആൾ കത്തിയെടുക്കുകയാണ്, അല്ല വാളെടുക്കുകയാണ്. ആ സമയത്ത് അവന് തല കുനിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വേറെ ആളും കൂടി വരികയാണ്. അങ്ങനെ നീയും ഗ്രിസൽഡൻ്റെ മരണത്തിന് ഒരു കാരണമല്ലേ, എന്താണ് നീ അവൾ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടെയുള്ള പുകയും കാര്യങ്ങളൊക്കെ പോകുന്നു. അതുപോലെ അവൻ എണീച്ച് നോക്കുമ്പോൾ അവിടെ യോൽക്കോയും ആദ്യം മരണപ്പെട്ട അയാളും ഇരിക്കുന്നുണ്ട്, അല്ല നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇവർ രണ്ടുപേരും ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കളി കളിക്കുകയാണ്, അല്ലാതെ ഇവരാരും ഒരു സേഫ് വെച്ച് മരിക്കുന്നില്ല. അങ്ങനെ പിന്നെ കാണുന്നത് കിറിറ്റോനി അസുവിൻ്റെ മുന്നിലൂടെ പോകുന്ന ബെന്നിനെയാണ്. അങ്ങനെ കിറിറ്റോ അവന് മനസ്സിലായ കാര്യങ്ങളൊക്കെ അസുവിനോട് പറയാണ്, അതായത് ഒരിക്കലും ഇവർ രണ്ടുപേരും മരണപ്പെട്ടിട്ടില്ല, ഇവർ രണ്ടുപേരും എന്തോ പ്ലാൻ ചെയ്തതാണ്. ഇവർ അപ്രത്യക്ഷമായി പോകുന്നത് HP കുറഞ്ഞ് മരണപ്പെടുന്നുണ്ടല്ല, ആ ഒരു ഡ്യൂറബിലിറ്റി കുറഞ്ഞ് അവർ ഓട്ടോമാറ്റിക്കലി ടെലിപ്പോർട്ടായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. സോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആദ്യത്തെ ആളെങ്ങനെയാണ് അപ്രത്യക്ഷമായി പോകുന്നത് കാര്യം. സോ അവൻ ആ ഫുഡിനെ പറ്റിയും അങ്ങനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ യോൽക്കോയും ആദ്യം തന്നെ പുറകിൽ വാൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ അവൻ പറയാണ്. അങ്ങനെ പിന്നെ കാണുന്നത് യോൽക്കോനി ആദ്യം മരണപ്പെട്ടവരെയാണ്. യോൽക്കോ ഇപ്പോഴും ജീവനോടുണ്ടെന്ന കാര്യം എനിക്ക് മനസ്സിലാവാൻ വേണ്ടി അവന് യോൽക്കോൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ എടുക്കാൻ പറയാണ്. അങ്ങനെ ഫ്രണ്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ആ ലൊക്കേഷന് അസുരൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വീണ്ടും കാണുന്നത് മറ്റേ ആ പുക നിറഞ്ഞ സ്ഥലത്താണ്. അവിടെ യോൽക്കോണെങ്കിൽ അവളെ ഉപയോഗിച്ചിരുന്ന ആ ടെലിപ്പോർട്ടിംഗ് ലിസ്റ്റിൽ കാണിച്ചു കൊടുക്കുകയാണ്. സോ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒന്നാണെന്നുള്ള കാര്യം അവന് മനസ്സിലാവാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരാൾ വന്നിട്ട് ബെന്നിൻ്റെ കൈ അങ്ങ് കിട്ടുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് ഏകദേശം 3 പേരായിട്ട് വന്നിട്ടുണ്ട്. സോ അവരെല്ലാം അത്യാവശ്യം പവർഫുള്ളാണ്. അങ്ങനെ അവൻ വന്ന് അവരുടെ അടുത്തുള്ള കത്തി കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ്. സോ ഇവരുടെ ടീം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടീമാണ്. സംസ്ഥാനം മൊത്തം ഓരോരുത്തരെ കൊല്ലുന്നതിനെ പറ്റിയും ഇവനെ എങ്ങനെ കൊല്ലണം എന്നൊക്കെ തീരുമാനിക്കുന്നതിനെ പറ്റിയൊക്കെ ആയിരുന്നു. അങ്ങോട്ടേക്ക് ആ സമയത്ത് മറ്റൊരാൾ വരികയാണ്, അതായത് കിറിറ്റോ വരികയാണ്. അങ്ങനെ അവൻ വന്ന് അവർ 3 പേർക്കും കിറിറ്റോ ഭയങ്കര പവർഫുള്ളാന്നുള്ള കാര്യം മനസ്സിലാവാണ്. അങ്ങനെ നിങ്ങളുടെ പിന്നെടുത്തോളാം എന്ന പോലെ അവന്മാർ 3 പേരും അവിടെ നടന്ന് പോവാണ്. സോ അവിടെ കള്ളി വിളിച്ചതായി എന്ന് മനസ്സിലായ യോൽക്കോയും മറ്റവനും അവിടെ തല താഴ്ത്തിരിക്കുകയാണ്. അങ്ങനെ ബെന്നി കിറിറ്റോയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണുന്നത് അസൂനയാണ്. അവൾ ആരെ പിടിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും കാണുന്നത് കിറിറ്റോനെയും അതുപോലെ ബാക്കിയുള്ള 3 പേരെയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് അസുവിനെ ഗ്രിംലോക്കിനെ പിടിച്ചു വരികയാണ്. സോ ഗ്രിംലോക്ക് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിസൽഡൻ്റെ ഹസ്ബൻഡാണ്. സോ അയാളാണ് ശരിക്കും ഗ്രിസൽഡയെ കൊന്നെന്നുള്ള കാര്യം അവർ പറയാണ്. പക്ഷെ അയാൾക്കാണെങ്കിൽ അതിലൊരു കുറ്റബോധം എന്തിനാണ് കൊന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫിലും അവളുടെ ഭാര്യ തന്നെയായിരുന്നു ഗ്രിസൽഡ. സോ അവിടുന്ന് അവൾ ഭയങ്കര പാവമായിരുന്നു, അതുപോലെ നല്ലപോലെ കെയറിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ മരണക്കളി കളിച്ചിട്ടും അവൾക്കൊരു ടെൻഷനുമില്ല. അവർ ആസ്വദിച്ച് സന്തോഷത്തോടെയാണ് ഈ ഗെയിം കളിക്കുന്നത്. പക്ഷേ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന പോലെ സൈക്കോളെ പോലെ ഓരോ പൊട്ടത്തിനാണ് വിളിച്ചു പറയണേ. അതിന് അവസാനം അയാൾ എന്നെ തളർന്ന് വീഴാണ്. ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരുടെ ടീം 3 പേരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ കിറിറ്റോയും അസുനയും അവളുടെ ഗിസൽഡൻ്റെ ശവകുടീരത്തിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അസു പറയുന്നത് നമുക്ക് രണ്ടൊക്കെ ഇനി ടീമായിട്ട് നിന്നാലോ എന്ന് ചോദിച്ച് അവരവിടുന്ന് പോവാണ്. അങ്ങനെ പിന്നെ കാണുന്നത് പിറ്റേ ദിവസം മറ്റൊരു വില്ലേജിലുള്ളൊരു പെൺകുട്ടിയാണ്. സോ അവളൊരു സോർഡ് സ്മിത്താണ്. അവളുടെ കൂടെ തന്നെ അസുനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവളുടെ പേര് സെൻ എന്നാണ്. അങ്ങനെ സെന്ന് അസുനയുടെ ചെവിയിലുള്ള കമ്മൽ കണ്ടിട്ട് ഇത് നിനക്ക് ആര് തന്നാന്ന് ചോദിച്ചാണ്. ഇതെനിക്കൊരു പൈ തന്നാണെന്ന് പറയാണ്. സോ
നീ അങ്ങോട്ടേക്കാണല്ലേ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ അതെന്ന് പറയണേ. ഓക്കെ നിൻ്റെ ഡേറ്റ് ഒക്കെ നാളെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞ് അസുവിന് ഇവിടുന്ന് പോവാണ്. അങ്ങനെ അസുവിന് പോയതിന് ശേഷം സെന്ന് ഒരു വാളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കസ്റ്റമർ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പോയി നോക്കുമ്പോൾ അവിടെ കിറിറ്റോയാണ് നിൽക്കുന്നത്. ഇവൻ വലിയ പണക്കാരനൊന്നും ആവില്ല, നല്ല ചെറിയ വാളായിരിക്കും വാങ്ങുന്നതെന്ന് അവൾ ചിന്തിക്കുകയാണ്. അങ്ങനെ കിറിറ്റോ അവൻ്റെ അടുത്തുള്ള വാള് കാണിച്ചെടുത്ത് എനിക്ക് ഇതിലേറെ പവർഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വാള് വേണമെന്ന് പറയണേ. സോ അവളുടെ അടുത്തുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാസ്റ്റർ പീസ് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം കിറിറ്റോൻ്റെ വാള് അത്ര പവർഫുൾ ആയിരുന്നു. അങ്ങനെ കിറിറ്റോ അത് പവർഫുൾ ആണെന്ന് നോക്കാൻ വേണ്ടി കിറിറ്റോൻ്റെ വാള് അവിടെ വെച്ചിട്ട് അത് മുറിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ വാള് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നിനും ഉത്തരവാദിയാവില്ല എന്ന്. അങ്ങനെ കിറിറ്റോ ആ വാൾ ഉപയോഗിച്ച് അവൻ്റെ ആ ബ്ലാക്ക് സോഡ് മുറിക്കാണ്. പക്ഷേ അവിടെ പൊട്ടുന്നത് അവളുടെ മാസ്റ്റർ പീസായിരുന്നു. സോ ഇത് കണ്ട് ആകെ കിളി പോവാണ് സെന്ന്. അവളാണ് പേടിച്ച് ആർക്കാണ്. സോ അവളുടെ ഏറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള സാധനം അവിടെ നശിച്ചു പോവാണ്. അങ്ങനെ അവൾ അവനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അവൻ ചോദിക്കുകയാണ് എനിക്ക് നല്ലൊരു സോഡ വേണ്ടത്, അല്ലാതെ ഇതുപോലത്തെ സോഡ അല്ല. അവൾ പറയുകയാണ് ഒരു മൗണ്ടെയിൻ ഉണ്ട്, അതും 50ാമത്തെ ഫ്ലോറിലെ സ്നോവി ഹിൽ എന്നാണത് അറിയപ്പെടുന്നതെന്നൊക്കെ. സോ അവൾ പറയണേ ഞാനിതൊരു ചലഞ്ചായിട്ട് എടുക്കാൻ പോകണേ, നിനക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സോഡ ഞാൻ ഉണ്ടായിത്തരും. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പോകാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ഡ്രാഗൺ ഉണ്ടെന്നും സോ ആ ഡ്രാഗൻ്റെ ഉള്ളിലാണ് ഏറ്റവും റെയറായിട്ടുള്ള ആ മെറ്റൽ എന്നും പറയുകയാണ്. ഞാനത് അവിടെ പോയി എടുക്കുകയാണെന്ന് പറയുമ്പോൾ അവളും പറയണേ ഞാനും നിൻ്റെ കൂടെ വരുന്നേ. അങ്ങനെ അവർ 50ാമത്തെ ഫ്ലോറിലുള്ള ആ സ്നോയിലെത്തിയിരിക്കുകയാണ്. സോ അവൾക്ക് ആ സമയത്ത് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിറിറ്റോ ഒരു ജാക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ഇവൻ്റെ അത്ര പവർഫുൾ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്ന് പോവാണ്. ആ സമയത്ത് കുറേ അധികം മെറ്റൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾ ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ആ സമയത്ത് കിറിറ്റോ അവരോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ഡ്രാഗനെ കാണുകയാണെങ്കിൽ നീ ഇവിടെ ഒളിച്ചിരിക്കണമെന്ന് പറയാണ്. പക്ഷെ സെന്നാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാത്ത പോലെ എനിക്ക് എന്നെ സംരക്ഷിക്കാമെന്ന് അറിയാമെന്ന് പറയുമ്പോൾ കിറിറ്റോ ദേഷ്യപ്പെട്ട് പറയാണ്. സോ ആ സമയത്ത് പേടിച്ച് പോയ സെന്ന് ഓക്കെ ഞാൻ ഒളിച്ചിരിക്കാമെന്ന് പറയാണ്. അങ്ങനെ ആ സമയത്ത് ആ ഡ്രാഗനെ കാണാണ്. സോ അവനോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞ് അവനവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഡ്രാഗൻ അവൻ്റെ പവേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് കിറിറ്റോ അത് തടിക്കുകയാണ്. സോ ഇവളത് കണ്ടിട്ട് ഇവനെന്ത് പവർഫുള്ളാന്ന് ചിന്തിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ആ ഡ്രാഗനെ അടിച്ചിടാണ്. ആ സമയത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ അവൾ ഒരു കുഴിയിലേക്ക് ചാടാൻ പോയതും കിറിറ്റോയും അവളെ പിടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ആ കേവിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. സോ രണ്ടുപേരും HP നല്ലപോലെ കുറഞ്ഞ ഉടനെ കിറിറ്റോ ഒരു ലിക്വിഡ് കൊടുക്കുകയാണ്. സോ അത് കുടിക്കുന്ന സമയത്ത് അവിടെ HP നല്ലപോലെ കൂടും. അവരെങ്ങനെയാണ് മുകളിലേക്ക് പോകുകയെന്ന് ചോദിച്ച് അവർക്ക് രണ്ടുപേർക്കും അറിയില്ല. ആ സമയത്ത് കിറിറ്റോ പറയാണ് നമുക്ക് ഈ ചുമരിലൂടെയൊക്കെ ഓടിപ്പോവാന്ന്, എന്തുകൊണ്ട് ഇവിടെ ടെലിപ്പോർട്ടിംഗ് ക്രിസ്റ്റൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അവന് പറ്റുന്ന പോലെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് സ്ലിപ്പായി താഴത്തേക്ക് വീഴാണ്. സോ അപ്പം പറയണ ഈ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല എന്ന്. അങ്ങനെ അവർ നൈറ്റിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിന്നീട് രാവിലെ എണീക്കുമ്പോൾ തന്നെ കിറിറ്റോക്ക് ആ സംഭവം കയ്യിൽ കിട്ടുകയാണ്. അതായത് ആ റയറായിട്ടുള്ള മെറ്റൽ അവന് കിട്ടുകയാണ്. സോ ഇനി അവർക്ക് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കി കിറിറ്റോ നമുക്ക് എങ്ങനെയും ആ ഡ്രാഗണെ കാണണം. സോ ഡ്രാഗൻ്റെ നെസ്റ്റാണിത്, അതായത് ഡ്രാഗൻ്റെ കൂടാണെന്ന് പറയണം. അങ്ങനെ കിറിറ്റോ അവളെയും പൊക്കി നേരെ ആ ഡ്രാഗൻ്റെ പുറത്തേക്ക് കയറുകയാണ്. സോ ആ ഡ്രാഗൺ നേരെ മുകളിലേക്ക് പോകുന്ന സമയത്ത് കിറിറ്റോ ചിന്തിക്കുകയാണ് നമുക്ക് താഴത്തേക്ക് ചാടാം. അങ്ങനെ നേരെ അവർ പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ കിറിറ്റോയോട് സെന്നിന് ചെറിയ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിക്കുകയാണ്. സോ പിന്നീട് അവളുടെ ബ്ലാക്ക് സ്മിത്ത് ഷോപ്പിലുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിച്ച് ആ മെറ്റൽ കൊണ്ട് നല്ലൊരു സോഡ് തന്നെ ഉണ്ടാക്കുകയാണ്. സോ അവൾ മനസ്സിൽ അവനെങ്ങനെയും ഇമ്പ്രസ് ചെയ്യണമെന്ന് പോലെ സോ അവൾ ആ സോഡ് ഉണ്ടാക്കിയിട്ട് കിറിറ്റോക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കിറിറ്റോക്ക് മനസ്സിലാവാണ് ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സോഡാണെന്ന്. അങ്ങനെ അത് അവളോട് പറയുന്നുണ്ട്. സോ അവളാണെങ്കിൽ ഹാപ്പി ആവാണ്. അങ്ങനെ സെന്ന് കിറിറ്റോട് പറയാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ തപ്പിത്തടയാണ്. അങ്ങനെ ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് അസുവിന് വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. നീ എവിടെയായിരുന്നു 2 ദിവസമായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കിറിറ്റോയെ കണ്ട് അവൾ പറയാണ് ഞാനാണ് നിൻ്റെ ഷോപ്പ് ഇവന് സജസ്റ്റ് ചെയ്ത് കൊടുത്തതെന്ന്. സോ ആ സമയത്ത് അസുവിന് വേറെ കാര്യം വേണ്ടി പറയണേ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിൽ ആണ് വർക്ക് ചെയ്യുന്നത്, അതായത് അവർ രണ്ടുപേരും ഇപ്പോൾ ഒരേ ടീമാണെന്ന്. പക്ഷെ ആ സമയത്ത് സെന്ന് ചെറുതായിട്ട് സെഡ് ആവുന്നുണ്ട്. അങ്ങനെ അവൾ അസുവിനോട് ചെവിയിൽ പറയാണ് അവൻ മോശമൊന്നല്ലാന്ന്. അങ്ങനെ സെന്ന് അവിടുന്ന് ഓടിപ്പോവാണ്. നമുക്കിനി പിന്നെ കാണുമെന്ന് പറഞ്ഞാൽ അവൾ പുറത്തേക്ക് പോയിട്ട് അവിടെ ആ കരയാണ്. കാരണം അവൾ കിറിറ്റോനെ നല്ലപോലെ സ്നേഹിച്ചിരുന്നു. സോ ഇവിടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.